രാവിലെ എണീറ്റ് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന ഇന്ന് സൺലൈറ്റ് ഉണ്ടാവണം എന്നാണ്. നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാനുള്ളൊരു ഊർജ്ജം തന്നെ അങ്ങ് വന്നോളും. ഇല്ലെങ്കിൽ നമ്മളൊരു ഡൗൺ ആയിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും. ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നല്ല വിശപ്പായിരുന്നു. ഒരു നാട്ടിലെ ഭക്ഷണം കഴിക്കാൻ തന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് വടയും മസാല ദോശ ഇഡ്ഡലിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരോ പെട്ടിയായിട്ട് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോ ഐറ്റംസും ഭദ്രമായി എത്തിയിട്ടുണ്ടോ എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ നാട്ടിലേക്ക് വീട്ടിൽ വെക്കാനായിട്ട് കുറച്ച് കിണ്ടി, മൊന്ത, ഒരു ഉണ്ണി കൃഷ്ണൻ, ഒരു ഉണ്ണി ഗണപതി ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഭദ്രമായിട്ട് എത്തിയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമായി. മീൻവെയിൽ അജയ് കിച്ചണിലേക്ക് വാങ്ങി കൊണ്ടുവന്ന പൊടികളും അച്ചാറും എല്ലാം അൺപാക്കിങ് ചെയ്യായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടി നമുക്ക് ഗ്ലാസ്സിലേക്കൊക്കെ ആക്കേണ്ട പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തകൃതിയായിട്ട് കിച്ചണിൽ നടക്കുകയായിരുന്നു. അങ്ങനെ കിച്ചൺ ഐറ്റംസ് എല്ലാം അജയ് ഏറ്റെടുത്തു. ബാക്കി കാര്യങ്ങളൊക്കെ ഞാനും. രണ്ടുപേരും 2 സെക്ഷനായി പണിയെടുത്തുകൊണ്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഈ കാണുന്നതൊക്കെയാണ് എൻ്റെ ഹോമിയോ മെഡിസിൻസ്. എൻ്റെ തലവേദന, സൈനസൈറ്റിസ്, എനിക്കൊരു വർഷം വരാൻ ചാൻസ് ഉള്ള എല്ലാ രോഗങ്ങൾക്കും വേണ്ട മെഡിസിൻസ് ഞാൻ അച്ഛൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കിച്ചണിലേക്ക് നോക്കുകയാണെങ്കിൽ മില്ലി പൊടിപ്പിച്ച മുളക് പൊടി, മല്ലിപ്പൊടി, എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം, അജയുടെ അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി. അടുത്ത ഹൈലൈറ്റ് ആണ് ഒരു വർഷത്തേക്ക് ചമ്മന്തിയും തീയലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെമ്മീൻ, കുറേ ചൂട. എനിക്കും അജയ്ക്കും എൻ്റെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലെങ്ങും കിട്ടാനില്ലാഞ്ഞിട്ട് അച്ഛനും അമ്മയും ചേർത്തല വരെ പോയിട്ടാണ് സംഘടിപ്പിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് ഇത് എങ്ങനെ സൂക്ഷിച്ചു വെക്കണം, ഇത് ഓരോ തവണ എങ്ങനെ വേണം ക്ലീൻ ചെയ്യാമെന്ന് ഒരു 100 തവണയെങ്കിലും അമ്മ എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടാവും. വീടും നാടും ഒക്കെ മിസ് ചെയ്യുന്ന ഒരു വൈബ് ചെറുതായിട്ട് അടിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച് ഞാനും അജയും കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു.